ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീന സിറ്റൗട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതുകുട്ടിച്ചായം പോയിൻ്റെ നല്ല വിഷമമുണ്ട്. അങ്ങനെ സ്റ്റാൻലി വന്ന് നോക്കുന്ന സമയത്ത് അലീന പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ആരോടും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി വന്നിട്ട് പറയും, അലീന എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന വേറെ ഏതോ ലോകത്തിരിക്കുന്നുണ്ട്. 2-3 തവണ വിളിച്ചിട്ടും അലീന ശ്രദ്ധിക്കുന്നില്ല. അലീന, ഞാൻ നിൻ്റെ അടുത്താണ് സംസാരിക്കുന്നതെന്ന് പറയും. എന്താ പപ്പ, എത്ര സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നത്? നീ ഈ ലോകത്തെങ്ങും അല്ലേ? എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയും. ഫുഡ് കഴിക്കാൻ സമയമായി, വരാൻ പറയും. എനിക്ക് വേണ്ട പപ്പ, എനിക്ക് വിശപ്പില്ലെന്ന് പറയും. അതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇവിടെ ചില ഡിസിപ്ലിനൊക്കെ ഉണ്ട്. അതനുസരിച്ച് തന്നെ എല്ലാവരും പെരുമാറുന്നത് എനിക്ക് നിർബന്ധമാണ്. ഫുഡ് കഴിക്കേണ്ട സമയത്ത് ആലോചിച്ചിരിക്കാൻ പാടില്ല. വന്ന് ഫുഡ് കഴിച്ച് എന്ന് പറയുന്നുണ്ട്. എനിക്ക് വേണ്ട. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്കും വേണ്ട. നിനക്ക് അപ്പച്ചൻ പോയ സങ്കടമായിരിക്കും ഇല്ലേ എന്ന് പറഞ്ഞ് സ്റ്റാൻലി അങ്ങ് പോകുന്നുണ്ട്. സ്റ്റാൻലി വിഷമിച്ച് പോകുന്ന കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് സങ്കടവും. പപ്പ, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു. പക്ഷേ അലീന അവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഫുഡ് കഴിച്ചു എന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വരുത്തി തീർത്തിട്ട് അലീന അങ്ങ് പോവുകയാണ്. ആ സമയത്ത് സ്റ്റാൻലിക്ക് മനസ്സിലാവും അപ്പച്ചൻ പോയതിൻ്റെ സങ്കടത്തിലാണ് അവളെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അലീന കുറച്ച് കഴിഞ്ഞിട്ട് അലീന അവിടെയൊക്കെ കറങ്ങി നടക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അലീന പഴയതുപോലെ തന്നെ കിച്ചണിലോട്ട് വരുന്നുണ്ട്. ആ സമയം പൗലോസും വിനോദും കൂടി അവിടെ നിന്ന് ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പഴയതുപോലെ തന്നെ പൗലോസ് സെയിം രീതിയിൽ തന്നെ പച്ചക്കറികളൊക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിലിടുന്നുണ്ട്. ഫിഷൊക്കെ അതുപോലെ തന്നെ കുറച്ച് കയറ്റിയൊക്കെ വെച്ച് കണ്ടിച്ച് കളയുന്നുണ്ട്. ആ സമയത്ത് അലീനെ വന്നെന്നുള്ള കാര്യം വിനോദ് പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് പറയും, ഓ, ചില ആൾക്കാരൊക്കെ ഇൻസ്പെക്ഷന് വന്നിട്ടുണ്ട്. ഇനി തലയും വാലും ഒക്കെ നോക്കി കണ്ടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് വേസ്റ്റ് ബിന്നിൽ നിന്നെടുത്ത് സിങ്കിലോട്ട് വെപ്പിച്ചാലോ, സ്ലാബിലോട്ട് വെപ്പിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് മനസ്സിലാവും അലീനെ കളിയാക്കിയതാണെന്നുള്ളത്. ചില ആൾക്കാർ സപ്പോർട്ടിനുള്ള സമയത്ത് എന്തായിരുന്നു ഒരു പത്രാസ്, ഇപ്പം സപ്പോർട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോയില്ലേ, അതായിരിക്കും തലകുനിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അലീന അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവതക്കുട്ടിച്ചാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, മോളെ വല്യപ്പച്ചൻ പോയിട്ട് വരുന്നവരെ നീ ഒരു പ്രശ്നത്തിന് നിൽക്കരുത്. ലാലിച്ചൻ അതൊക്കെ ദേഷ്യമാവും, അവനിങ്ങനെ എതിരെ സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അവന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാലിച്ചനെ പിണക്കണ്ടെന്ന് കരുതി അലീന ഒന്നിലും ഇടപെടാതെ അലീന അങ്ങ് തിരിച്ചു പോവുകയാണ്. ഓവറോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് സ്റ്റാൻലി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അലീന കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഒന്നും മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലിക്ക് മനസ്സിലാവും കിച്ചണിൽ ആരോ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അലീന ഇങ്ങനെ മിണ്ടാതെ പോകുന്നതെന്ന് പറയും. നോക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലി അങ്ങോട്ട് കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് വിനോദും പൗലോസും കൂടി നിന്ന് അലീനയുടെ കുറ്റം പറയുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിയുന്നതും സ്റ്റാൻലിയുടെ മുഖത്തോട്ടാണ്. എടോ, താൻ ഇവിടുത്തെ ഒരു സർവൻറ്റ് മാത്രമോ, താൻ എന്തൊക്കെയാണ് എൻ്റെ മോളെക്കുറിച്ച് പറയുന്നത്? അവൾ ആരാന്നാണ് നിങ്ങളുടെ വിചാരം? അവൾ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്. അവളെക്കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ട് പൗലോസിനെ വഴക്ക് പറയുന്നുണ്ട്. അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് പറയും. നീ എങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് മനസ്സിലായി പൗലോസെ എന്ന് പറയും. മുമ്പ് അലീന വന്ന് നിൻ്റെ കുറ്റങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അനാവശ്യമായി ദൂർത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ വന്ന് പറഞ്ഞു. ഇതെന്താ ഈ ഫിഷ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? അവൾ പറഞ്ഞാൽ ശരിയല്ലേ? എന്തിനാണ് ഇതിൻ്റെ ഇത്രയും ഭാഗമൊക്കെ കയറ്റി കണ്ടിക്കുന്നത്? ഇത് കുറച്ച് പേർ കൂടി കഴിക്കാനുള്ള ആഹാര സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നതെന്നൊക്കെ ചോദിക്കും. അയ്യോ സാറേ, ഞാനിത് ഇപ്പം നന്നാക്കി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞതിനകത്തൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് ദൂർത്തടിക്കുകയാണ്. ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ തോന്നുന്ന കണക്കാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ മോള് പറഞ്ഞൊക്കെയാണ് ശരി. ഞാൻ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നവരില്ലേ എന്ന് കരുതി ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചു. ഇപ്പോൾ എൻ്റെ മോള് വന്ന് എനിക്ക് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തി തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മുതൽ പൗലോസിൻ്റെ സേവനം ഈ വീട്ടിൽ ആവശ്യമില്ല. എൻ്റെ മോൾക്ക് ഒരു കിച്ചൺ മാത്രം നോക്കാനല്ല, ഒരു വീട്ടിലെ സർവ്വകാര്യങ്ങൾ നോക്കാൻ അവൾക്കറിയാം. ഇനി മുതലേ ഈ വീട്ടിലെ സർവ്വകാര്യങ്ങൾ അവൾ നോക്കിക്കോളൂ എന്ന് പറയും. അതുകൊണ്ട് നാളെ മുതൽ പൗലോസ് ഇവിടെ ജോലിക്ക് വരണ്ട എന്ന്. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, പൗലോസിലേ പറഞ്ഞത് ഇവിടുന്ന് പോയാലും എന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കുക്കാട്ടി വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നൊക്കെ. അതുകൊണ്ട് ഇനി പൗലോസ് അങ്ങോട്ട് തന്നെ പോയാൽ മതി. നാളെ തൊട്ട് പൗലോസിൻ്റെ സേവനോട് ആവശ്യമില്ല. അങ്ങനെ സ്റ്റാൻലിയുടെ കാല് പിടിക്കാൻ വേണ്ട, ഇനി എൻ്റെ മോള് പറയണം പൗലോസ് ഇവിടെ നിൽക്കണോ വേണ്ട എന്നത്. അങ്ങനെ സ്റ്റാൻലി അങ്ങ് പോവുകയാണ്. അങ്ങനെ തിരിച്ച് സ്റ്റാൻലി സിറ്റൗട്ടിലോട്ട് വരുമ്പോൾ അലീന പിന്നെയും സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് അലീന എടുത്ത് പറയും, അലീന എന്താ പപ്പ, നീ എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നത്? ഈ വീട്ടിൽ ഞാനുണ്ടെന്നുള്ളൊരു ഓർമ്മ പോലും നിനക്കില്ലല്ലോ. നിൻ്റെ വല്യപ്പച്ചൻ പോലും നിനക്ക് ഇത്രയും സങ്കടം. ഈ വീട്ടിൽ ഞാനുണ്ടായിട്ട് നിനക്ക് എന്നോട് വന്ന് സംസാരിച്ചുകൂടായെന്ന് ചോദിക്കും. വല്യപ്പച്ചൻ പോയിൻ്റെ നല്ല സങ്കടമുണ്ട് പപ്പ എനിക്ക്. പക്ഷേ പപ്പയോട് ഞാൻ സംസാരിക്കുന്നുള്ളൂ. എന്ത് സംസാരിക്കുന്നു? ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി മാത്രമേ നീ പറയും. അല്ലാതെ എന്താ നിനക്ക് ഇത്ര സങ്കടമെന്ന് ചോദിക്കും. എനിക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ പപ്പ, ഞാൻ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. ഫംഗ്ഷനോ? എന്ത്?
ഞാൻ ഔദ്യോഗികമായി നീ എൻ്റെ മകളാണെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും. നമുക്ക് വലിയൊരു ഹോള് ബുക്ക് ചെയ്തിട്ട് അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടത്തിയിട്ട് അലീന റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിപ്പിക്കുമെന്ന് പറയും. അത് വേണോ പപ്പ? ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ പപ്പയാണെന്നുള്ളത്. അങ്ങനെ അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിയണം, ഈ ലോകം മൊത്തം അറിയണം. അതല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നാളെ നീ ഇവിടെ ഒറ്റപ്പെടും. ഇത് ഔദ്യോഗികമായി നീ എൻ്റെ മകളാണെന്ന് എല്ലാവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആ കണ്ണുകൊണ്ടേ എല്ലാവരും കാണത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പല നുണക്കഥകളും പ്രചരിക്കും. കിച്ചണിൽ നിന്ന് തന്നെ ആ സംസാരം ഞാൻ കേട്ടതാണ് എന്നൊക്കെ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. പപ്പ അങ്ങനെ ഒരു അങ്ങനെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ ഫാമിലിക്ക് അത് ബുദ്ധിമുട്ടാവത്തില്ലെന്ന് നോക്കി. അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി ഞാൻ എൻ്റെ തീരുമാനം എല്ലാവരെയും അറിയിക്കും. എന്തായാലും അപ്പച്ചനും കൂടി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അപ്പോൾ നിനക്ക് സന്തോഷമായില്ല?